മാം, ഇന്നലെ സോഷ്യൽ മീഡിയയിലടക്കം എല്ലായിടത്തും ഒരു വോയിസ് ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു പയ്യനെ, യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു, ഇയാൾക്ക് അസുഖം ഉണ്ടായിരുന്നതാണ് എന്ന് പറയുന്നു, ഒടുവിൽ ഇയാൾ മരിക്കുന്നു. അപ്പോൾ ഇയാളുടെ മകളാണ് എന്ന് പറയുന്ന തരത്തിൽ പെൺകുട്ടിയാണ് പറയുന്നത്. അത് പറയുന്നത് ബന്ധുവായ പെൺകുട്ടിയും എന്ന് പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പറയുന്നത് അന്ന് സാറന്മാരോട് പറഞ്ഞതല്ലേ പപ്പായ്ക്ക് വയ്യാത്തതാണെന്ന്. സാർ അവിടെ ഇടിച്ചെന്ന് പപ്പ അന്നേ പറഞ്ഞിരുന്നു, സാറാണ് ഇടിച്ചതെന്നും പറഞ്ഞു. ഇപ്പൊ എന്റെ പപ്പ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളുടെ മരണം കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അതിനുശേഷം വിട്ടയച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിൽ മഞ്ഞപ്പിത്തം ഉണ്ടായെന്നും ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉണ്ടായതാണെന്നും പറയുന്നുണ്ട്. ഞാനിതിപ്പോ എടുത്ത് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ കടന്നുപോകും. കുറച്ച് ദിവസം മുമ്പ് മാം ഞാനും കൂടെ സംസാരിച്ച ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടി വ്യാജമായിട്ടുള്ള ഒരു പരാതി പറയുക, പ്രേമം അതെ, അതായത് ആൺകുട്ടിക്ക് പ്രേമമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോക്സോ കേസ് വന്നത്. അതിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി ഇത്തരത്തിൽ മർദ്ദിച്ചു. 20 വയസ്സുള്ള അതെ, അച്ഛനും അമ്മയും പുറകെ ഓടി കരയൊക്കെ ചെയ്തത്. അതെ, അപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോ അത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഈ കൊലപാതകം ചെയ്യപ്പെട്ട ആളുടെ വീട്ടുകാരും ഇയാൾക്കെതിരെ ത്രെട്ട് ഉണ്ടായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? അതായത് ഒരു ഹാങ് ഓവർ ഉണ്ടോ? കാരണം പോലീസാണ് കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും എല്ലാ ഉദ്യോഗസ്ഥർക്കും ധാർഷ്ട്യം മാത്രം ഉണ്ടായിരുന്നതാണ്. നമുക്കറിയില്ലേ ഇതിലെ നെല്ലും പതിരും എന്താണ് എന്നുള്ളത്. പക്ഷേ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും ഒരു ആളോട് പെരുമാറേണ്ട രീതിയുണ്ട്. ഇനി ഒരു അസുഖമുണ്ടെന്ന് ഒരു 10 പ്രാവശ്യമോ 3 പ്രാവശ്യമോ പറയുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഈ പെൺകുട്ടി പപ്പ പപ്പ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. പ്രജിത പറഞ്ഞ പോലെ ചില സ്ഥലത്ത് ബന്ധുവായ പെൺകുട്ടി എന്ന് പറയുന്നു. ഈ പയ്യൻ, അതായത് 2 ആൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിലാണ്. അതില് ഒരു വീട്ടുകാർക്ക് സംശയം തോന്നുന്നു. അടുത്ത് താമസിക്കുന്ന ഒരു ബസ് ഡ്രൈവറാണ്, സിയാദ് എന്ന പേരുള്ള അദ്ദേഹമായിരിക്കാം കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്നത്. പിന്നെ മനസ്സിലാവുന്നു ഈ ആൺകുട്ടികൾ തിരിച്ചു വരുന്നു, ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ആൺകുട്ടികളുടെ ഒരു സഹോദരി സിയാദിനെ കൊണ്ടുപോകുന്ന ജീപ്പിലുണ്ടായിരുന്നു. ആ ജീപ്പിൽ വച്ച് തന്നെ, ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വച്ച് തന്നെ അദ്ദേഹത്തെ നല്ലോണം ഇടിക്കുന്നത് കണ്ടു എന്ന് ഈ പെൺകുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ പ്രജിത, ഇതിലൊരു കാര്യം എന്താന്ന് വെച്ചാല്, പോലീസ് ജീപ്പിൽ കയറ്റിയിട്ടിട്ടാണ് ഇവര് ശരിക്കും അങ്ങോട്ടേക്ക് മർദ്ദിക്കുന്നത്. പലപ്പോഴും ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവര് തന്നെ പറയും, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഫോൺ കോൾ വരും ഉന്നതന്മാരിൽ നിന്ന്, ഇന്ന ആളാണ്, ഇതാണ് വിട്ടേക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ കൊണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിപ്പിക്കാൻ കിട്ടുന്നത് വളരെ ചെറിയൊരു ടൈമാണ്. ആ ടൈമിലാണ് ഈ ഇവിടെ നിന്ന് പിടിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയം ഒന്ന് ചിലപ്പോൾ കറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പെൺകുട്ടി അദ്ദേഹം പോലീസ് ജീപ്പിൽ വെച്ച് അനുഭവിച്ച പീഡനത്തിന് സാക്ഷിയാണ്. സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷവും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ച് നല്ല മർദ്ദനം നടത്തിയിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മരണകാരണം ഈ അടി കൊണ്ടതല്ല, പോലീസിന്റെ ഇടിയും തൊഴിയും ഒന്നുമല്ല, അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, പിന്നെ നീർക്കെട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഈ പെൺകുട്ടി പറയുന്നത്, മകളെന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് നട്ടെല്ലിൽ പഴുപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇടി കൊണ്ടിട്ട് ശേഷമുണ്ടായ പഴുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പോസ്റ്റ്മോർട്ടം നമുക്ക് ഒന്നും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ബോഡി ഇപ്പോൾ ക്രിമേറ്റ് എന്താന്ന് നമുക്ക് അറിയില്ല, സംസ്കരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അല്ലെങ്കിൽ ഒന്നും കൂടെ വീട്ടുകാർക്ക് തോന്നുന്ന വിധത്തിൽ കൃത്യമായി ചെയ്തു എന്ന് വീട്ടുകാർക്ക് തോന്നുന്ന വിധത്തിൽ ഒന്നും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അവർക്കാണ് നഷ്ടപ്പെട്ടത്. എന്ത് പറയും, ഉടനെ അങ്ങോട്ടേക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു, ആ അച്ഛന്റെ സ്നേഹം കിട്ടുവോ? അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അച്ഛൻ പെൺകുട്ടിക്ക് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തില് വീട്ടിലെ ഭാര്യയ്ക്ക് അത്യാവശ്യമാണ്, അച്ഛനമ്മമാർക്ക് മകനെ ആവശ്യമാണ്. 37 വയസ്സേ ഉള്ളൂ, പോകേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഒരാളെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അയച്ചു കഴിഞ്ഞിട്ട് കുറച്ച് രൂപ കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ പ്രശ്നങ്ങള്.
അതാണ്. അങ്ങനെയല്ലല്ലോ നമ്മളിപ്പോ കേരളത്തിൽ കാണുന്നത്, ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ നേരത്തെ പ്രജിത പിണറായി വിജയന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, വിഷ്ണു എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലെ. ആ കുട്ടി വിഷുവിന് പിണറായി വിജയൻ സഖാവിന്റെ പടം കണി കണ്ടുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് നീതി തേടി പിണറായി സഖാവിനെ കാണാൻ പോയ അമ്മയെ റോഡിൽ കൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന രംഗവും നമ്മൾ കണ്ടു. അതെ, ജനങ്ങളിൽ നിന്ന് ഇവർ അകന്നു പോയത് കൊണ്ടാണ് തോറ്റത്. നമ്മളിപ്പോ ഒരു ചർച്ചയിൽ പറഞ്ഞതേ പറഞ്ഞതേ ഉള്ളൂ. ഉള്ളൂ. എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം. സിദ്ധാർത്ഥ് മരിച്ചില്ലേ, എന്തായി? ഇപ്പോ നമ്മളുടെ നിതിൻ രാജ്. നിതിൻ രാജിന്റെ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താവും അറിയില്ല. അതിന്റെ ഇത് നടക്കുന്നത് നമ്മളുടെ രമേശ് ചെന്നിത്തലയുടെ സമയത്താണെന്ന് പറയാം. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ക്രൂരമായ രീതിയിൽ പ്രതികളെന്ന് സംരക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവരെയോ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പോലീസിനുണ്ട് എങ്കിൽ അത് എന്തായാലും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി ചോദിക്കും. ഇങ്ങനെയല്ല ഞങ്ങൾക്ക് അതായത് ഭരണ സംവിധാനത്തിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യില് സഹോദരന്മാരും ഭർത്താക്കന്മാരും അച്ഛന്മാരും ഇല്ലെന്നേ. ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ രമേശ് ചെന്നിത്തല ഇപ്പൊ തൂഫാന്റെ കാര്യം വളരെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യജീവൻ എന്ന് മനസ്സിലാക്കണം. ആരെയും അടിക്കാനും ഇടിക്കാനും അവർക്ക് അവകാശമില്ല. പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതിക്ക് പറയാം, മജിസ്ട്രേറ്റ് ആദ്യം നിന്ന് ചോദിക്കുന്ന എന്തെങ്കിലും തരത്തില് ശാരീരിക പീഡനം ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് മാനസികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ തിരിച്ച് കസ്റ്റഡിയിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുന്ന പ്രതി പേടിച്ച് തല കുനിച്ച് നിന്ന് ഒന്നുമില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ജീപ്പിലിട്ടൊന്ന് കറക്കും. ജീപ്പിലിട്ട് കറക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല അടി ജീപ്പിൽ വെച്ച് കൊടുക്കും. സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എറണാകുളത്തുള്ള മെയിൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നപ്പോ മതില് മുഴുവനും ഇത് ചോരക്കറ കേട്ടോ. ഞാൻ ചോദിച്ചു, എന്ത് സാറേ ഇത്? ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ. സാർ എന്തോ ഇത് ഇങ്ങനെ മുഴുവൻ ഇത് തല വെച്ച് നിങ്ങൾ ഇടിക്കുവോ, എങ്ങനെയാണ് ഇതെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഈ ആക്സിഡന്റ് കേസുകൾ വരില്ലേ, അപ്പൊ അവരുടെ മേത്തുള്ള ചോരയാണെന്ന്. ഞാനിങ്ങനെ കൂട്ടിയും കുറച്ചും തിരിച്ചും മറിച്ചൊക്കെ തോന്നി. ആക്സിഡന്റ് കേസുകാർക്ക് മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ മാത്രം ചോരുള്ളൂ. കയ്യിൽ ചോരുണ്ടെങ്കിൽ വെച്ചാൽ കൈപ്പത്തിയല്ലേ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്താണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള രക്തക്കാരൻ നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷന്റെ മതിലിൽ നമ്മൾ വെച്ച് തേക്കോ, അവിടെ വെച്ച് കിട്ടൂലേ, 2 ചുട്ടടി കിട്ടൂലേ, എന്താണാ കാണിച്ചിരിക്കണേ, നിന്റെ ചോര ഇവിടെ പറ്റിച്ചോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി നമ്മൾ വേണ്ടത്, നമ്മളിപ്പോ വളരെയധികം 10 വർഷത്തെ ദുഷ്ടഭരണത്തിന് ശേഷം നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ താഴെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ നന്നായി പ്രവർത്തിക്കും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ CPM വളരെ ജാഗരൂകരാണ്. കാണുകയാണെങ്കിൽ കൈരളി ടിവിനെ കാണണം കേട്ടോ. രാവിലെ മുതൽ 24 മണിക്കൂറും എന്തൊക്കെ തരത്തിലെ പ്രശ്നങ്ങളാണ് ഈ വി.ഡി. സതീശന്റെ ഭരണത്തിന് കീഴിൽ നടക്കുന്നതെന്ന് കാണണമെങ്കിൽ അത് കണ്ടാൽ മതി, വേറെ ഒന്നും കാണണ്ട. പക്ഷെ തമാശയല്ല, കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനൊരു മരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതല്ല, ഈ മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ കുറെ ജനമൈത്രി അല്ലെ, അങ്ങനെ കൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കി ഇടുന്നതല്ല, പോലീസിന് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഇതിലേക്ക് കയറി ചെല്ലാൻ, ഒരു സ്റ്റേഷനിലേക്ക് ഒരു സാധാരണക്കാരന് പേടിക്കാതെ കയറി ചെല്ലാൻ, അവന്റെ കാര്യങ്ങൾ പറയാനും സാധിക്കേണ്ടതാണ്. അപ്പൊ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരുപക്ഷെ ഇപ്പോ ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ക്രെഡിബിലിറ്റി നേടിയെടുക്കാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഒന്ന് കണ്ണിൽപ്പെട്ടിട്ട് നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പണ്ടത്തെ കാലമല്ല, കുറച്ച് മയത്തിൽ എന്തെങ്കിലും പറയാനായിട്ട് കഴിയും. ജനമൈത്രി ആണെങ്കിൽ പോലും ജനമൈത്രിയിലേക്ക് പോകാൻ പോലും ആരെങ്കിലും കൂടെ വേണമെന്ന് കരുതുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ കൂടെ വേണമെന്ന് കരുതുന്നവരാണ് ഇന്നത്തെ ആൾക്കാർ. എന്തൊക്കെ നമ്മൾ പേരിട്ട് ജനമൈത്രി എന്നോ മാതൃകാ പോലീസ് സ്റ്റേഷനോ എന്തൊക്കെ പറഞ്ഞോളൂ, പക്ഷെ പോലീസ് ഓഫീസേഴ്സ് ധാരാളമായിട്ട്, പ്രത്യേകിച്ചും പുതുതായിട്ട് വന്ന പോലീസ് ഓഫീസേഴ്സ് നല്ലോണം മാറിയിട്ടുണ്ട്. എന്നാൽ പോലും അതിൽ പലരും തന്നെ CPMന്റെ മേൽവിലാസത്തിൽ അല്ലെങ്കിൽ CPM അനുഭാവികളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, 2 SFI യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികൾക്ക് SI സെലക്ഷൻ കിട്ടിയ കാര്യമൊക്കെ PSC ഇതില് അർഹതപ്പെട്ടതല്ലാഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്തൊരു സ്ത്രീ ഇടയ്ക്ക് വന്നിട്ട് അവരുടെ ഭർത്താവിൽ നിന്ന് വലിയ ശല്യമാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളൊന്ന് പോയി വനിതാ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യൂ. അയ്യോ
അവരെന്നെ അടിക്കും. താനല്ലേ കംപ്ലൈന്റ് കൊടുക്കാൻ ചെല്ലുന്നത്, തന്നെ അടിക്കുന്നതിന് ഈ മാഡം ഒന്ന് വരുമോ എൻ്റെ കൂടെ? ഞമ്മ ഒന്നും പ്രശ്നം പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ ചെല്ലുക, ഒരു ലേഡീസ് തന്നെ ഉള്ളൂ, SI മാഡത്തിനോട് എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, പിന്നെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാവും. വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോലും സ്ത്രീകളുടെ ഉള്ളിൽ ഭയമാണ്. അതായത് ഇത്രയും നാളുമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സിനിമകൾ കാണിക്കുന്നൊക്കെ ചെല്ലുന്നത് നല്ല ചാമ്പലാണിട്ട്. അപ്പൊ സ്ത്രീകൾക്ക് അവരുടെ ഒരു പ്രശ്നം പറഞ്ഞ് ചെല്ലാൻ പോലും പേടിയാണ്. അങ്ങനെയുള്ള അവസ്ഥ ഇരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കാൻ പറ്റില്ല. കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് മൃതശരീരമായിട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രൂപ കൊണ്ട് തീർക്കാവുന്നതല്ല ആ പ്രശ്നങ്ങൾ. ഓരോ അടിക്കും ഓരോ കോടി രൂപ ഗവൺമെന്റ് തരണം എന്നൊരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചും നമുക്ക് ആലോചിക്കണം, അല്ലേ? അത് വേദന മാത്രമല്ല, ആ കുടുംബം പുറത്താ നിൽക്കുന്നത്, അവർക്കറിയില്ല ഉള്ളിൽ എന്താ നടക്കുന്നത്. അവരുള്ളിലേക്ക് കയറുന്നില്ല. എങ്ങനെയാണ് അച്ഛൻ വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഭർത്താവ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് മകൻ വരാൻ പോകുന്നത്, ഇനി നിത്യരോഗിയായിട്ടാണോ വരാൻ പോകുന്നത്? നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ചുമയ്ക്കും, അവരുടെ നെഞ്ചും കൂടി തകർത്ത് ഒരു മുഴുവൻ ജീവിതകാലം മുഴുവൻ ക്ഷയരോഗിത ബാധിതരൊക്കെ ആയിട്ട് മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണ്ട. തൂഫാനോടൊപ്പം തന്നെ പോലീസിലുള്ള ക്രിമിനൽസിനെ അവർക്ക് കൈ തരിക്കുന്നു, അല്ലേ? ഒരു ശരീരം കണ്ടാല് കൈ ധരിക്കുന്നൊക്കെ കേൾക്കണം. കൈതിരിപ്പൊന്നും വേണ്ട. അങ്ങനെ കൈതിരിപ്പുണ്ടെങ്കിൽ മറ്റേ കൈ വെച്ചൊന്ന് സ്വയമായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈകളോട് ചേർന്ന് അവര് തന്നെ ആക്കിയാൽ മതി. നമുക്ക് വേണ്ടത് കൃത്യതയാർന്ന ഭരണമാണ്, കൃത്യതയാർന്ന നിയമ നിർവഹണം തന്നെയാണ്.